ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബ്രെഡാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇനി വീഡിയോയിലോട്ട് കടക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓയില്, വാം മിൽക്ക്, കുറച്ച് ഉപ്പ്, പഞ്ചസാര, മുട്ട, പിന്നെ മൈദ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മൈദ ഇട്ട് കൊടുക്കാം. ഇതിന് 2 ഗ്ലാസ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. പഞ്ചസാര ഇത് 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം. പാൽ ഒഴിച്ച് കൊടുക്കാം. മുട്ട, ഓയിൽ, ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ പരട്ടി കൊടുക്കാം. ഇതിന്റെ ഒരു ഡബിൾ സൈസായി വരണം. അപ്പൊ നമുക്ക് ഇനി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ഇനി ബ്രെഡിലോട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 4 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് ഉരുകട്ടെ. ഇതിലോട്ടൊരു സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. സവാള നന്നായിട്ട് വാടിയിട്ട് വരണം. കുറച്ച് ഒറിഗാനോ ഒന്ന് കയ്യിൽ വെച്ചിട്ട് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ. പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ആവട്ടെ. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ ലെയർ എടുത്തിട്ട് ക്രോസ് ചെയ്യണ പോലെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് എഗ് യോക്ക് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ള എള്ള് വിതറി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. 5 മിനിറ്റ് റെസ്റ്റിന് വെച്ചതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത പാനിലോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രെഡ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.